നിങ്ങൾക്ക് കടമുണ്ടോ? അല്ലെങ്കിൽ കടം ഉള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഭൂരിഭാഗം കടമുള്ള ആളുകൾ ജീവിതത്തിൽ കടം കൂടുതലാവുന്നല്ലാതെ കുറഞ്ഞു വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. കടം കുറച്ച് ജീവിതം നന്നാക്കി തിരിച്ചു പിടിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഭൂരിഭാഗം ആൾക്കാർ കടം കൂടുക ചെയ്യണേ, പിന്നെ ജീവിക്കണം അങ്ങോട്ട് കടം വീട്ടാൻ വേണ്ടി. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കടമുള്ള ആൾക്കാർ കുഴപ്പം അവർ കൂടുതലും ചിന്തിക്കുന്നത് കടത്തെക്കുറിച്ചാണ്. ഊണിലും ഉറക്കത്തിലൊക്കെ എങ്ങനെ കടം വീട്ടും ഇത് കൂടുതൽ ചിന്തിച്ച് കഴിയുമ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങോട്ടേക്ക് കൂടുതൽ എനർജി ഉണ്ടാവുന്ന പറയാം, എനർജി ഫ്ലോ ചെയ്യുന്ന പറയാം. അപ്പോൾ കൂടുതൽ കടം ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതേ മൈൻഡ് സെറ്റ് കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ലോക്കായി പോകും. അതായത് ക്രിയേറ്റീവായിട്ട് എന്താണ് നമുക്കിനി ചെയ്യേണ്ടത്, പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, ഈ ചിന്ത നമ്മൾ വരില്ല. പിന്നെ കംപ്ലീറ്റ് നമുക്ക് കടത്തെക്കുറിച്ച് ചിന്തയായിരിക്കും. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന പറയാം. കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മൾ കാണാണ്ട് പോകും, ശ്രദ്ധിക്കപ്പെടാതെ പോകും. കാരണം നമ്മൾ ഈ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ കടമുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് മുതൽ ആ ചിന്തയൊന്നും മാറ്റുക, പൈസ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റീവ് മൈൻഡ് റെഡി ആയിട്ടിരിക്കുക. കടത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പറയാതിരിക്കുക. സമ്പത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ പൈസയെക്കുറിച്ചും സദാ സംസാരിച്ചുകൊണ്ടിരിക്കുക. കടം വീട്ടാൻ പറ്റുന്നുണ്ടാവും, ജീവിതം ഗംഭീരമായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടാവും. വീണ്ടും കാണാം.